സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ? അത് പറയട്ടെ. നീതികേടിനൊക്കെ ഒരു പരിധിയില്ലേ? 308 വകുപ്പ് അയാൾ തന്നെ ചാർജ് ചെയ്ത കേസ് കുറ്റക്കാരെ വിചാരണ ചെയ്ത് വിട്ടയക്കാൻ ഇയാളെ ജഡ്ജിയാ തെമ്മാടിത്തരം കാട്ടിയിട്ട് ഇപ്പൊ പോയിട്ട് പിടിച്ചോണ്ട് വന്നോട്ടെ. 4 വീട് തിരഞ്ഞാലും ഒരാളെങ്കിലും കിട്ടും. അല്ലെങ്കിൽ എന്നെ കൊണ്ടേക്കോട്ടെ, എന്നെ കൊണ്ട് റിമൈൻഡ് ചെയ്യാലോ. നിയമവിരുദ്ധ പ്രവർത്തനമില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിമൈൻഡ് ചെയ്തോട്ടെ. അല്ലാതെ അതിലപ്പുറം ഒരു വർത്തമാനമില്ല. ഞാൻ എത്ര ദിവസമാണെങ്കിലും 1 മാസം വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. നിസാർ പോയിക്കോ. ഈ പാർട്ടിക്കാരെല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോട്ടെ. പക്ഷെ ഈ അനീതി അവസാനിക്കുന്നവരെ ഞാൻ ഒരു സംശയവും വേണ്ട, ഒരാൾക്കും വേണ്ട. എന്താ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ പ്രതിഷേധത്തിന്റെ ഒരു കാരണം എന്ന് പറയുമോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആനമൂളി ഭാഗത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ അവിടെയുള്ളൊരു ലീഗിൻ്റെ ഒരു വീട്ടുകാർ, ലീഗുകാരെല്ലാവരൊന്നുമില്ല, ഒരു കുടുംബത്തിലൊരു 5-8 പേരുണ്ട്. അവരുടെ ആധിപത്യം ആണ് ആനമൂളിയിൽ വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നു. ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു 8 പേർ ചേർന്ന് അവിടെയുള്ളൊരു DYFI പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം. അതിനുശേഷം ചെറിയ ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ അവസാനം ഒരു സംഘർഷത്തിൽ 308 വകുപ്പ് ചുമത്തിക്കൊണ്ട് 2 കൂട്ടർക്കും എതിരായിട്ടുള്ള കേസ് അവിടെ ചാർജ് ചെയ്യുന്നുണ്ടായി. അതിൽ ഈ DYFI പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ ഒരു ദിവസം പുലർച്ചയ്ക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും കഠിനമായ ചില റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഈ ഫിറോസിനൊരു ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യം കൽപ്പിച്ചു കൂട്ടി ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് ഞാൻ വൈകുന്നേരം വരെ ഈ സ്റ്റേഷനിൽ നിൽക്കുകയും എന്തുകൊണ്ടാണ് ഈ ലീഗിൻ്റെ ആളുകൾക്കെതിരായിട്ടുള്ള കേസ് ഉപയോഗിച്ചുകൊണ്ട് ആ കേസിലെ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ നാളെ തന്നെ അറസ്റ്റ് ഉണ്ടാവും എന്നെല്ലാമുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഫിറോസിന് റിമാൻഡ് ചെയ്തു. പിന്നീട് തുടർന്ന് 4-5 ദിവസം കഴിഞ്ഞ് ഒരു അറസ്റ്റും നടന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ലീഗ് ഗുണ്ടാ സംഘത്തിലെ ഫർഹാൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അയാളെ 308 ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പലവട്ടം ഈ സ്റ്റേഷനിലെ അധികാരികൾ നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ അവസാനം റിമാൻഡ് ചെയ്യുമ്പോഴാണ്, റിമാൻഡിന് വേണ്ടി കോടതിയിലേക്ക് ഇവർ ഹാജരാക്കുമ്പോഴാണ് അറിയുന്നത് 308 വകുപ്പ് ആ കേസിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുമ്പേതോ ഒരു കേസിൽ അയാളുടെ ഒരു 324 വകുപ്പ് ഉണ്ടായിരുന്നു, അത് ജാമ്യം കിട്ടുന്നൊരു വകുപ്പാണ്. ആ വകുപ്പിൽ ആണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെന്നും അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതായത് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. ഈ മർദ്ദനം നടത്തിയ ആളുകളാവട്ടെ ഇവിടെ പോലീസ് സ്റ്റേഷന് പരിസരത്തും നല്ല വിലസി നടക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇത് LDF ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു അധികാരത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്യായം നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളൊരു ശ്രമം ഇന്നുവരെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല. പക്ഷേ നീതികേട് പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് മണ്ണാർക്കാട്ടെ MLA, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇവരുടെ എല്ലാം ഒത്താശയോടുകൂടി അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്ത് നെറികേടും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരായി മണ്ണാർക്കാട്ടെ പോലീസ് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള നിലക്കാണ് ഞാനിന്ന് ഇവിടെ ഈ കുത്തിയിരിപ്പ് സമരത്തിന് മുതിർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സമരം നടത്തുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ മറ്റൊരു മാർഗവുമില്ല. അക്രമത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ ഞങ്ങൾ ഏതായാലും ഇപ്പോൾ തയ്യാറില്ല. അതുകൊണ്ട് മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് ഈ പ്രതിഷേധം, ഈ തരത്തിലൊരു കുത്തിയിരിപ്പ് സമരം എന്നുള്ള നിരക്ക് ഇവിടെ നടത്താൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും
മണ്ണാർക്കാട്ടെ പോലീസ് സ്റ്റേഷനിൽ ഒരു 10-40 വർഷമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര നെറികെട്ട രീതിയിൽ പക്ഷപാതപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെ അതിശയിപ്പിക്കുകയാണ്. മണ്ണാർക്കാട്ടെ പോലീസ് ഈ തരത്തിലൊരു നെറികെട്ട രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു അതിശയമുണ്ടാക്കുന്ന സംഗതിയാണ് എന്നാണ് പറയാനുള്ളത്.